ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്ക വരട്ടിയതിന്റെയും ചക്ക വരട്ടിയത് വെച്ച് നല്ലൊരു കിടിലൻ പായസത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ രണ്ട് റെസിപ്പിയാണിത്. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയത് കാണാം. വീഡിയോയിലോട്ട് പോവാട്ടോ. ഇതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ചക്ക കുരുവൊക്കെ കളഞ്ഞ കുരും ചവണിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. എല്ലാം മധുരമുള്ള ചക്കയാണ്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ കൂടുതൽ സമയം ഇത് കുക്കറിൽ വേവിക്കാൻ പാടില്ല കേട്ടോ. എന്താ വെച്ചാൽ ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കും. അപ്പൊ അടിയിൽ പിടിക്കാതെ നമ്മൾ പെട്ടെന്ന് ഒരു വിസിൽ തന്നെ നമ്മൾ ഓഫ് ആക്കി എടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് വേവിക്കാം. അപ്പൊ നമ്മൾ ചക്ക വേവിച്ചെടുത്തേ കണ്ടോ കുക്കറിൽ. ഞാനൊരു വിസിൽ അടിച്ചിട്ടില്ല കേട്ടോ. വിസിൽ അടിക്കാനായപ്പോ ഞാൻ 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചതിന് പിന്നെ ഞാൻ ഓഫ് ആക്കി എടുത്താ കേട്ടോ. അപ്പൊ നന്നായി ചൂടാറിയിട്ടുണ്ട്. നമുക്കിത് മിക്സിയിൽ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കട്ടോ. ഒന്ന് കറക്കി എടുത്താൽ മതിയേ. അപ്പൊ അതേ നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് ഒന്ന് കറക്കി എടുത്താൽ മതിയേ. നമുക്കിതൊരു അടിക്കട്ടിയുള്ള ചെമ്പ് ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഓട്ടുരുളിയിലാണിത് അങ്ങനെയൊക്കെ ചക്ക വരട്ടിയൊക്കെ ഉണ്ടാക്കി എടുക്കേണ്ടത്. അപ്പൊ എൻ്റെ അടുത്ത് അതില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ ഇതുപോലത്തെ ഒരു അലുമിനിയത്തിന്റെ ഉരുളി എടുത്തതാണ്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനൊരു 1/2 കിലോ ശർക്കര എടുത്ത് ഉരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയതാണ് കേട്ടോ. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിത് അടുപ്പത്ത് വെക്കാനേ തീ കത്തിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിങ്ങനെ കുറുക്കിയെടുക്കണം കേട്ടോ. ഒന്നാക്കി ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ. അപ്പൊ അതിന് തിളച്ചിങ്ങനെ വറ്റി വന്നോണ്ടിരിക്കുന്നുണ്ടേ. അപ്പൊ നമ്മളിത് നിൽക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ലാസ്റ്റ് ഇത് വറ്റി വരുന്ന സമയത്ത് നമ്മൾ കൈയെടുക്കാതെ ഇളക്കിയാൽ മതി. ഈ സമയത്ത് നമ്മളിങ്ങനെ അടിച്ചു വെച്ച് ഇടക്കൊക്കെ ഒന്ന് വന്ന് ഇളക്കിയാൽ മതി. തീയൊക്കെ ഒരു പാകത്തിന് ആക്കി വെക്കുക കേട്ടോ. നമുക്ക് എപ്പോഴും ഒരു ശ്രദ്ധ അതിമേൽ ഉണ്ടായാൽ മാത്രം മതി. ഇടക്കൊക്കെ ഒന്ന് ഇളക്കിയാൽ മതി കേട്ടോ. അതേ നല്ലതുപോലെ വറ്റി വരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ തുറന്ന് വെച്ചാൽ ഇതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തുള്ളി തെറിക്കേ. അതിന് വേണ്ടി നമ്മൾ പെട്ടെന്ന് ഇളക്കിയിട്ട് വേഗം അടിച്ചു വെച്ചാൽ മതി കേട്ടോ. ഞാനിത് ഇവിടെ കുറച്ച് പഞ്ചസാരയില് ഒരു 5-8 ഏലക്കായ ഇട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ തൊലി നമുക്ക് ഒഴിവാക്കാം കേട്ടോ. തൊലി ഇങ്ങോട്ട് പൊറുക്കിയെടുക്കാം. ഇനി നമുക്ക് കുറച്ചൊരു ചെറിയൊരു കഷ്ണം ചുക്ക്, നമ്മൾ ഇഞ്ചി ഉണക്കിയതില്ലേ ചുക്ക്, അത് ഒന്ന് കുത്തി പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ടെടുത്ത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പൊ അതേ ഒന്നും കൂടി കുറുകി വന്നിട്ടുണ്ട്. ഇത് തുള്ളി തെറിക്കണ ആ സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ തുറന്ന് വെച്ചിട്ട് നമ്മൾ കയ്യെ എടുക്കാതെ ഇളക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കണേ, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും കേട്ടോ. ആ വെള്ളം വറ്റി വന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് തുറന്ന് വെച്ചിട്ട് തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് ആവുകയും ചെയ്യും. അധികം വലിയൊരു പണിയൊന്നും ഇല്ല കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനൊന്നും. ഇനി നമ്മൾക്ക് ശർക്കര നമ്മളെ അടുത്തില്ലെങ്കിൽ നമ്മൾ ശർക്കര ഇട്ടോളണമെന്നൊന്നുമില്ല. നമ്മൾ പായസം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശർക്കര ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തുടക്കത്തിലെ ഇതിൽ തന്നെ ശർക്കരയൊക്കെ ഇട്ടാറ്. അതുകൊണ്ടാണ് നമ്മൾ ശർക്കര ചേർത്തത് കേട്ടോ. അല്ലെങ്കിൽ ശർക്കര ചേർക്കാതെ തന്നെ നമുക്കിത് വരട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. നമ്മളിത് അടിയിൽ പിടിക്കാതെ ഇങ്ങനെ നോക്കണം കേട്ടോ. തുറന്ന് വെച്ച് അങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതിയേ. ഞാനിപ്പോ ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് മൊത്തം ഒരു 4 സ്പൂണോളം നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയേ. ആദ്യം 1 സ്പൂൺ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ 1 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇപ്പൊ 2 സ്പൂൺ ആയിട്ടോ മൊത്തം നമ്മൾ ഒഴിച്ചു കൊടുത്തത്. നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ കാലം വെക്കാനാണ് കേട്ടോ, കേട് വരാതിരിക്കാനാണ്. അപ്പൊ പെട്ടെന്ന് തീരാണെങ്കിൽ നമ്മൾ ആകെ 1 സ്പൂണൊക്കെ നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ കൂടുതൽ കാലം വെക്കാനാണെങ്കിൽ മാത്രം നമ്മളൊരു 3-4 സ്പൂൺ നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കട്ടോ. അപ്പൊ നമ്മൾ ഈ നെയ്യ് നമ്മളിതിങ്ങനെ വരട്ടിയെടുക്കുന്ന സമയത്ത് നീക്കി കൊടുക്കും. നമ്മൾ നെയ്യ് ഇതിൽ നിന്ന് ഇങ്ങനെ വേറിട്ട് വരും. ആ സമയം വരെയാണ് നമ്മൾ ഇതിന്റെ ഒരു പാകം കേട്ടോ. ഇത് നമ്മൾ ഇതിലേക്ക് ഞാനൊരു സ്പൂൺ പഞ്ചസാരയിലേക്ക് ഒരു 5-8 ഏലക്കായ, ഒരു 6 ഏലക്കായ കേട്ടോ. 6 ഏലക്കായ ചെറിയൊരു കഷ്ണം ചുക്കൂട്ട് പൊടിച്ചതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ചേർത്താൽ നമുക്ക് പിന്നെ പായസം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അതൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് നേരെ തേങ്ങാപ്പാൽ അങ്ങോട്ട് വേവിച്ചെടുത്താൽ മതിയേ.
അപ്പൊ അതേ നമ്മുടെ ചക്ക വരട്ടിയത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ഇറക്കി വെക്കാം. നമ്മൾ ചൂടാറിയതിനു ശേഷം നമുക്കൊരു എയർ കണ്ടന്റ് ആയിട്ടുള്ള പാത്രത്തിൽ അടച്ചു വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണതാണ് ഏറ്റവും നല്ലത്. നമ്മൾ കുറെ കാലം അപ്പൊ നമ്മുടെ ചക്ക വരട്ടി ചൂടാറിയതിനു ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചു കേട്ടോ. അപ്പൊ കുറച്ച് ഞാനിതാ പായസം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ചട്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ തന്നെ പായസം ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അപ്പൊ ഇതൊക്കെ ഉണ്ടോ, കുറച്ച് ഇത്രയും മതി കേട്ടോ. നമുക്ക് ഒരു 8-10 ഗ്ലാസ് പായസം നമുക്ക് ഇതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ അതിന് വേണ്ടി ഒരു തേങ്ങ ഞാൻ ചിരകി വെച്ചിട്ടുണ്ട്. ചിരകി പാലെടുത്തിട്ടുണ്ട്. ഇത് തമ്പാലാണ്. തമ്പാൽ ആദ്യത്തെ പാൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത പാലാണ് കേട്ടോ. നമ്മൾ പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാലില്ലേ, 2ാം പാലാണ് കേട്ടോ. 1ാം പാൽ 2ാം പാൽ എടുക്കുന്നുള്ളത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ശരിക്കും നന്നാക്കി ഇളക്കാം. തമ്പാൽ നമുക്ക് മൂടി വെക്കാം. അത് നമുക്ക് ലാസ്റ്റാണ് കേട്ടോ. ശരിക്കും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അത് കലക്കിയെടുക്കണേ, ശരിക്കും കലക്കിയെടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ശരിക്കും കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുത്ത കുറച്ച് സാബൂനരി ഇത് നമുക്ക് 2 കയ്യിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. 2-3 കയ്യിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കത് മധുരം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അഥവാ മധുരം കുറവാണെങ്കിൽ മാത്രം നമ്മൾ ഇത്തിരി പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ഇതും കൂടി കലക്കിയെടുക്കാം. സാബൂനരി ചേർത്തിട്ടില്ല, ഇത്തിരി അരിപ്പൊടിയൊക്കെ ചേർക്കുന്നത് നല്ലതാട്ടോ. ഇതില്ലെങ്കിൽ സാബൂനരി ഇല്ലാത്തവർക്ക് സാബൂനരി ഇട്ടാൽ പ്രത്യേക ടേസ്റ്റ് ആണ്. ഇനി വേണമെങ്കിൽ നല്ല ജീരകം ചേർക്കുന്നവർക്ക് നല്ല ജീരകം ചേർക്കാം കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് പായസത്തിലേക്ക് കേട്ടോ. നമുക്കിനി അടുപ്പത്ത് വെച്ചതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഒന്ന് തിളച്ചാൽ മതിയേ. പിന്നെ ഇതേ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിത് അടുപ്പത്ത് വെക്കാം. അപ്പൊ നമ്മുടെ പായസം നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു കളർ വ്യത്യാസം വരുന്നതിന് വേണ്ടി നമ്മൾ ഇത്തിരി പഞ്ചസാര ചേർത്ത് കൊടുക്കും കേട്ടോ. പിന്നെ നമ്മളിതാ തമ്പാൽ എടുത്ത് വെച്ചിട്ടില്ലേ, ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന ചക്കവരട്ടി വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി എല്ലാവരും ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണോന്ന് അറിയില്ല. നല്ല ടേസ്റ്റ് ആണ് ഇതുപോലെ തന്നെ നമ്മൾ പായസം ഉണ്ടാക്കിയാൽ കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. നമുക്കിനി അല്പം തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്താ അണ്ടി മുന്തിരി വേണ്ടവർക്ക് അത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ തമ്പാല് പാർന്ന് പിന്നെ അധികം തിളക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തുള്ളിക്കഴിഞ്ഞ് നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ചക്ക വരട്ടിയതും അതുപോലെ തന്നെ ചക്ക വരട്ടിയത് കൊണ്ടുള്ള ഒരു അടിപൊളി പായസമൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.